വണ്ടി Volkswagen Polo ആണ്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് തള്ളുന്നുണ്ട്. അതുപോലെ തന്നെ എൻജിൻ ചെറുതായിട്ടൊരു മിസ്സിങ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ വാട്ടർ പമ്പ് കൂളൻ്റ് നല്ലോണം ലീക്ക് ആകുന്നുണ്ട്. ഇത്രയും 3 വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ മേജർ സർവീസ് ഉണ്ട്. ഓയിൽ ഫിൽറ്റർ, അതുപോലെ 4 ബ്രേക്ക് എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ മൊത്തം അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ടൈമിംഗ് എന്ന് പറയുന്നത് ക്യാമിൽ വരുന്നത് ഒരു അല്ലെങ്കിൽ ലോക്കാണ് വരുന്നത്. അതേപോലെ തന്നെ പമ്പിൽ ഒരു ലോക്ക് വരുന്നുണ്ട്. പിന്നെ അടിയിൽ ഒരു മാർക്കാണ്. അതിന് ശരിക്കും ഒരു സ്പെഷ്യൽ ടൂൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ടൂൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരു വൈറ്റ്നർ വെച്ച് മാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം ബാക്കി ഈ 3 പുള്ളിയിലാണ് കറക്റ്റ് മാർക്കിംഗ് വരുന്നത്. വാട്ടർ പമ്പിൻ്റെ ലീക്ക് ഇതാണ് കണ്ടോ, ഹെവി ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ റണ്ണിങ്ങിൽ തന്നെ ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ടൈം ബെൽറ്റ് അഴിച്ചിട്ട്, ടൈം ബെൽറ്റ് ഓൾറെഡി നേരത്തെ മാറ്റിയതാണ് ഇതിൽ. പക്ഷേങ്കിൽ നമുക്ക് ഒന്നും കൂടെ അഴിച്ചിട്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും മാറ്റാം. അപ്പോൾ ഈ 3 മാർക്കാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളൂ. മെയിനായിട്ട് ഇതിൻ്റെ മാർക്കാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ക്രാങ്കിൻ്റെ എന്താ വെച്ചാൽ അതിൽ ആരോ മാർക്ക് വരുന്നത് ആ മറ്റേ ഒരു ഹോൾ വരുന്നുണ്ട്. ആ ഹോളിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അതിനൊരു സ്പെഷ്യൽ ടൂൾ കറക്റ്റായിട്ടുള്ളത് ഉണ്ട്. അത് നമ്മുടെ കയ്യിലില്ല. കുഴപ്പമില്ല. നമുക്കിങ്ങനെ വൈറ്റ്നർ കൊണ്ട് അഴിക്കുന്നതിന് മുന്നേ വൈറ്റ്നർ കൊണ്ട് മാർക്ക് ചെയ്താലും മതി. കറക്റ്റ് ആ മാർക്കിൽ വെച്ച് കയറ്റിയാൽ മതി. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മാനിഫോൾഡ് EGR അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അത് നമുക്കിത് കഴിഞ്ഞിട്ട് ചെയ്യാം. നോസിൽ 3 നമ്മളിപ്പോൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സർവീസ് കൊടുക്കുന്നത്. സെക്കൻഡ് നോസിലാണ് കംപ്ലയിൻറ്റ് കാണിച്ചത്. ഈ സെക്കൻഡ് നോസിലാണ് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ കാണിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് സർവീസിന് കൊടുത്തിട്ട് എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത് അത് നോക്കിയിട്ട് അതും ക്ലിയർ ചെയ്ത് വിടാം. നമ്മളിപ്പോൾ വാട്ടർ പമ്പ് അഴിച്ചിട്ടുണ്ട്. ഇതിൽ അഴിക്കാൻ വേറെ ഒന്നുമില്ല. 3 ബോൾട്ട് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. 3 ബോൾട്ടിലാണ് ഇത് വരുന്നത്. പക്ഷേ ഇതിനൊരു സെക്കൻഡറി പമ്പും കൂടെ വരുന്നുണ്ട്. EGRലേക്കൊക്കെ വേറെ ഒരു ഇലക്ട്രിക് പമ്പാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത്രയും ചെറിയ പമ്പാണ്, വാട്ടർ പമ്പാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൽ ഈ സൈഡിൽ നിന്നാണ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അഴിച്ചിട്ട് ഇത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേസ്റ്റ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. ഉണ്ടല്ലേ. ഇത് മാത്രമല്ല ഈ ഡെമ്മിയുടെ അവിടെ നിന്ന് ഹോളായിരിക്കുകയാണ്. അതാണ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ടല്ലേ. ഈ വഴിയാണ് ഫുള്ളായിട്ട് ലീക്ക് വരുന്നത്. എന്തായാലും നമുക്കിത് മാറ്റാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മാനിഫോൾഡും കൂടി കംപ്ലീറ്റ്ലി ഫുള്ള് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം അതിൽ ഞാൻ കാർബൺ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചത്. ഇതാണ് EGR വാൾവിൽ ബാക്കിൽ നിന്ന് വരുന്നൊരു പൈപ്പാണ് ഇത്. ഇതിനകത്ത് വലുതായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിലും മാനിഫോൾഡിനകത്ത് നല്ല ബ്ലോക്ക് ഉണ്ട്. ഇത് ബാക്ക് സൈഡിൽ നിന്ന് അങ്ങനെ ഈ റൂട്ട് വരികയാണ്. ഉണ്ടല്ലേ. ഈ ഹോൾ വഴിയാണ് ആ പൈപ്പിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നേരെ മാനിഫോൾഡിലേക്ക് പോകുന്നത്. ഇത് വന്നിട്ട് ഇതുണ്ടോ എത്രത്തോളം ബ്ലോക്കാണെന്ന് നോക്കി. അതിനകത്ത് മനസ്സിലായില്ലേ. ഇതിൽ മൊത്തം കാർബണാണ്. കാർബണിൻ്റെ ഫുള്ള് കളികളാണ് ഇതിനകത്ത്. ഇപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അഴിച്ച് പക്കയായിട്ട് ക്ലീൻ ചെയ്യണം. ഇത് ഫുള്ളി ബ്ലോക്കാണ് EGR വാൾവിൻ്റെ. മനസ്സിലായില്ലേ. പിന്നെ നമ്മൾ ഇതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് പക്കയായിട്ട് കയറ്റുമ്പോൾ തന്നെ പുള്ളിങ്ങിന് നല്ലൊരു വ്യത്യാസം ഇതിനകത്ത് വരും. നമുക്ക് എന്തായാലും ഇത് പക്ക ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കാം അതിനെ. ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ അകത്തേക്ക് ഹെഡിലേക്ക് പോകുന്ന ലൈൻ അത് വലിയ കുഴപ്പമില്ല. വലിയ സീനില്ലാതെ തന്നെയാണ് ഇരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടില്ല. എപ്പോഴും നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ ആ ഹോളുകൾ കംപ്ലീറ്റും ഒരു വേസ്റ്റ് എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സാധനം അതിൻ്റെ ഉള്ളിൽ പോയാലും നമ്മൾ ചിലപ്പോൾ എടുക്കാൻ. ഇതിപ്പോൾ മാനിഫോൾഡിൻ്റെ ഉള്ളിൽ ഹെഡിലേക്ക് വലുതായിട്ട് കാർബൺ കയറിയിട്ടില്ല. ഇനി നമുക്ക് അത് മാത്രം അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി. അതുപോലെ നമ്മൾ അഴിച്ച സാധനം ഫുള്ള് ക്ലോസ് ആക്കി വെക്കുക. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നെട്ടോ ബോൾട്ടോ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും അത്. അതുകൊണ്ടത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പിന്നെ ബെൽറ്റ് വലിയ കുഴപ്പം കാണുന്നില്ല. ബെൽറ്റ് എന്തായാലും മാറ്റി വിടുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഴിച്ച അവസ്ഥയ്ക്ക് കംപ്ലീറ്റ് കിറ്റ്, ടൈമിങ്ങിൻ്റെ കിറ്റ് കംപ്ലീറ്റും മാറ്റി വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈമിങ്ങിൻ്റെ ബെൽറ്റ്, അതിൻ്റെ ടെൻഷനർ, ഐഡ്ലർ, ചെറിയ ഐഡ്ലർ 2 വരും. എല്ലാം കൂടെ സെറ്റോട് കൂടി തന്നെ നമുക്കത് ചെയ്യാം. നമ്മൾ മാനിഫോൾഡ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടൈമിംഗ് ബെൽറ്റും വാട്ടർ പമ്പും സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ടൈം ബെൽറ്റ് ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വോൾക്സ്വാഗൻ്റെ ടൈം ബെൽറ്റ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതല്ലേ. അതുപോലെ തന്നെ വാട്ടർ പമ്പും ഓയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത 1 ലാഖിലേ നോക്കുള്ളൂ. അപ്പോൾ ബ്രാൻഡ് തന്നെ ഇടുന്നതാണ് ഏറ്റവും വലിയ ബെസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 1 ലാഖിലാണ് ഇത് നമ്മൾ ടൈം ബെൽറ്റ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും നോക്കുള്ളൂ. എന്ന് വെച്ചാൽ ഈ ടൈം ബെൽറ്റിൻ്റെ ടെൻഷനറോ ഐഡ്ലറോ ഒന്നും മാറുന്നില്ല. ഇത് മാറ്റിയിട്ട് ആകെ ഒരു 20-25,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ടെൻഷനറോ ഐഡ്ലറൊക്കെ മാറ്റിയിട്ട്. ആ സമയത്ത് വാട്ടർ പമ്പ് മാറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വാട്ടർ പമ്പ് മാറ്റുന്നത്. അപ്പോൾ കൈയോടുകൂടെ തന്നെ ബെൽറ്റും അത് തേഞ്ഞ മാതിരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈയോടുകൂടെ അതിൻ്റെ ബെൽറ്റ് നമുക്ക് മാറ്റിവിടാം. ഇത് വോൾക്സ്വാഗൻ്റെ ഒറിജിനൽ തന്നെയാണ്. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ആയാലും നമ്മൾ ഓയിൽ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വാട്ടർ പമ്പും ടൈം ബെൽറ്റും എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വാട്ടർ പമ്പ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
വാട്ടർ പമ്പിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അതിലൊരു ഓറിങ് വരും. അതുകൊണ്ട് ഔട്ടറിൽ മാത്രം ചെറിയതായിട്ട് പേസ്റ്റ് തേച്ചിട്ട് കയറ്റാൻ, വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനില്ല. അതുപോലെ അതിനൊരു 3 ബോൾട്ട് വരുന്ന ആ 3 ബോൾട്ട് കറക്റ്റ് ടോർക്കിലൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആ കൂളൻറ്റിൻ്റെ ഇരിക്കുന്ന ഭാഗം, ആ ഓയിലിൻ്റെ ചെറിയൊരു അംശമുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ടൈമിംഗ് ബെൽറ്റ് മാറാം അതിനകത്ത്. നമ്മളിപ്പോൾ ബെൽറ്റ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മാർക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മാതിരി നേരത്തെ ഇവിടെ ഒരു അലൻകി വരും, ഒരു പിന്ന് വരും. അതുപോലെ ഇതിലും ഒരു മാർക്കുണ്ട്, അതുപോലെ ക്രാങ്കിലും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ടെൻഷനർ ഓവർ ടെൻഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇവിടെ ഒരു കട്ടിങ് മാർക്കുണ്ട്, ഒരു ആരോ മാർക്കുണ്ട്. അത് സെൻറ്ററിൽ വന്ന് നിന്നാൽ മതി. ഈ ലെവലിൽ വേണം നമുക്ക് ടെൻഷനർ ടെൻഷൻ ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. ഈ മാർക്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ നെട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു റൗണ്ട് ഫുള്ളായിട്ട് കറക്കി നോക്കാം. കറക്കി നോക്കിയിട്ട് എവിടെയെങ്കിലും ഇടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ എന്നുള്ളത് ഒരു റൗണ്ട് 1-2 റൗണ്ട് കറക്കിയതിന് ശേഷം തിരിച്ച് മാർക്ക് വെച്ചിട്ട് എല്ലാ മാർക്കും കറക്റ്റ് ആണെന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് കവറും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പോളോയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EGR മാനിഫോൾഡ് അഴിച്ച് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ നോസിൽ സർവീസ് ചെയ്തു. അതുപോലെ ടൈമിംഗ് ബെൽറ്റും അതിൻ്റെ വാട്ടർ പമ്പ് ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓക്കെയാണ്, റണ്ണിങ്ങിനും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, വാണിംഗ് ലൈറ്റും ഇല്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.